ആലപ്പുഴയിൽ നിന്നൊരു വാർത്ത. ആലപ്പുഴയിൽ പ്രതി വിചാരണ ദിവസം ജീവനൊടുക്കി. ഭാര്യ സഹോദരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി രതീഷിനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനീഷ് മൊഹിവാൽ ആലപ്പുഴയിൽ നിന്നും ടെലിഫോണിൽ. മനീഷ്, വിശദാംശങ്ങൾ. SKN 2021 പ്രമാദമായ കേസാണ്. അതായത് ഇയാൾ ഭാര്യ സഹോദരി ജോലി കഴിഞ്ഞ് വൈകിട്ട് ചേർത്തലയിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ഭാര്യ സഹോദരി സന്ധ്യയായ സമയമായതുകൊണ്ട് തന്നെ കൂട്ടിക്കൊണ്ടുവരാനായി ഇയാൾ ചെന്നയാളാണ്. പക്ഷെ ഇയാൾ അവിടെ എത്തിയ ശേഷം തന്ത്രപൂർവ്വം ചേർത്തലയിൽ തന്നെയുള്ള കടക്കരപ്പള്ളിയുടെ ഇയാളുടെ വീട്ടിലേക്ക് ഈ ഭാര്യ സഹോദരി കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എത്തിയ ശേഷം പിന്നീട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഈ പെൺകുട്ടിയെ, ഈ ഭാര്യ സഹോദരിയെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ മാത്രമാണ് ഈ പെൺകുട്ടിയെ അന്വേഷിച്ച് പിന്നീട് വീട്ടുകാരും മറ്റു ബന്ധുക്കളും ഒക്കെ അന്വേഷണം നടത്തുന്ന സമയത്താണ് അടുത്ത ദിവസം രാവിലെ ഇയാളുടെ വീട്ടിൽ മരിച്ചു കിടക്കുന്ന രീതിയിൽ കണ്ടെത്തുന്നത്. പിന്നീടുള്ള അന്വേഷണത്തിൽ ഇത് കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു. രതീഷ് 41 വയസ്സാണ്. ഇയാളുടെ ഭാര്യ വിദേശത്താണ്. ഈ കേസിൽ പിന്നീട് ഇയാൾ വിചാരണ തടവ് അനുഭവിച്ച് പിന്നീട് ജാമ്യത്തിലിറങ്ങി. ഈ കേസിൽ ഈ ഡിസംബർ 3 വിചാരണ ആരംഭിക്കാനിരിക്കെ കോടതിയിൽ ഇയാൾ ഹാജരായില്ല. പലതവണ പിന്നീട് സമ്മൻസ് നോട്ടീസ് അയച്ചെങ്കിലും ഇയാൾ ഹാജരായില്ല. തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചനുസരിച്ചാണ് പോലീസ് ഇന്ന് രാവിലെ ഇയാളുടെ വീട്ടിലെത്തിയത്. പക്ഷേ ഇയാൾ നേരത്തെ താമസിച്ചിരുന്ന കൊല്ലത്തായിരുന്നു. കൊല്ലത്താണ് ആദ്യം ചെയ്തത്. പക്ഷേ ഇയാളുടെ സ്വന്തം വീട്ടിൽ തന്നെ ഇയാൾ എത്തിയപ്പോഴാണ് ഇന്ന് പുലർച്ചെ ഇയാൾ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് പ്രാഥമികമായ ആത്മഹത്യ എന്നാണ് പോലീസിന്റെ നിഗമനം. പട്ടണക്കാട് പോലീസ്. ഓക്കെ, മനീഷ് മൊഹിവാലാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ